അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ മുസ്ലിം ലീഗ് തിരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ ആദർശത്തോടൊപ്പം ഇനിയും മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുന്നു? രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. എന്താ സംഭവം? പറ കേക്കട്ടെ. എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട എ റഹീം ഇവിടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങളായി ഹരിതയുടെ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളിലും അദ്ദേഹം ഒരു സ്ഥിര പ്രാതിനിധ്യമായി കാണുന്നുണ്ട്. ഫുൾ ടൈം ബിസിയാ. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആണധികാരത്തിന്റെ തടവറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത്തരത്തിൽ മനോഭാവമാണ് പ്രശ്നം എന്നൊക്കെയുള്ള ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റുകളെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹരിതയുടെ വിഷയം ചർച്ചയ്ക്ക് വന്ന ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മനപ്രയാസം എന്ന് പറയുന്നത് ഹരിതയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് ഉത്തരം പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം എ റഹീമിനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ റീസെന്റ് ആയിക്കൊണ്ട് KTDCയുടെ ചെയർമാൻ ആയിക്കൊണ്ട് സ്ഥാനക്കയറ്റം കിട്ടിയ PK ശശിയെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നേയില്ല. ഷൊർണൂർ MLA PK ശശിക്കെതിരെ DYFI വനിതാ നേതാവിന്റെ ലൈംഗിക പീഡന പരാതി. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. വളരെ റീസെന്റ് ആയിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മുടെ മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രസ്താവന, അതിനു മുൻപ് വിജയരാഘവന്റെ നിരന്തരമായ പ്രസ്താവന, ത്തിലുള്ള തികച്ചു സ്ത്രീവിരുദ്ധമായ, ആളുകളെ പൂതന എന്ന് വിളിക്കുന്ന, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ആ പാർട്ടിക്കുള്ളിലുണ്ട്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്, അഡ്രസ് ചെയ്യുകയും തിരുത്തപ്പെടേണ്ടതുമാണ്. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? അപലപിക്കുകയെങ്കിലും ചെയ്തിട്ട് ആ നേതാക്കന്മാരെ തിരുത്തിയിട്ട് നിങ്ങൾ വരൂ. തിരുത്താത്തിടത്തോളം കാലം നിങ്ങൾക്കതിന് ധാർമ്മികമായ അവകാശമില്ല. സുഹൃത്തുക്കൾ SFIയിലും DYFIയിലും പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകരുണ്ട്. അവർക്കൊന്നും ഇത്തരത്തിൽ പരാതി ഉന്നയിക്കാൻ പോലുള്ള ഒരു സ്പേസ് ഇല്ല എന്നാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ആ പാർട്ടിയുടെ കേഡർ സ്വഭാവമാണ്. അത് ആ പാർട്ടിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പോയിട്ട് വരാം.